എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഹീറോ ആണെങ്കിൽ ആ ഒരു ഡീമന്റെ കഴുത്ത് അതങ്ങനെ വെട്ടിയെറിയും. ജീവൻ നഷ്ടപ്പെട്ട് ഡീമൺ താഴേക്ക് വീഴുകയാണ്. മാത്രമല്ല അവൾ ക്രിയേറ്റ് ചെയ്ത വെബുകളും ഇപ്പൊ പതിയെ ഇൻവിസിബിൾ ആവും. ആഞ്ചറോ ഒരുപാട് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവനിപ്പോ തീരെ ശക്തിയില്ല. അവനാകെ തളർന്ന് താഴേക്ക് വീഴും. മുകളിലുണ്ടായിരുന്ന വെബ് അത് മുഴുവനായിട്ട് ഇൻവിസിബിൾ ആയിട്ട് ഇപ്പോ നാസുക്കോ അവളും താഴേക്ക് വീഴുകയാണ്. ഹീറോ ആണെങ്കിൽ അവളുടെ പേര് വിളിക്കും. നമ്മൾ രണ്ടുപേരും സാധിച്ചു. ഇതിന് നമ്മൾ നന്ദി പറയേണ്ടത് നമ്മുടെ പപ്പയോടാണ്. അദ്ദേഹം നമുക്ക് തന്ന ട്രെയിനിങ്ങും ഈ പവറും ഒക്കെ കൊണ്ടാണ് നമുക്കിതിന് കഴിഞ്ഞത്. നമ്മുടെ പപ്പ നമ്മളെ പഠിപ്പിച്ചത് വെറും ഒരു ഡാൻസ് ആയിരുന്നില്ല, അത് സൺ ബ്രീത്തിങ് ആയിരുന്നു. അവനാണെങ്കിൽ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അവളുടെ അനിയത്തിയുടെ അടുത്തേക്ക് പതിയെ അഴിഞ്ഞഴിഞ്ഞ് പോവാണ്. അപ്പോഴായിരിക്കും ടാഞ്ചറോയ്ക്ക് വീണ്ടും ഇപ്പോ നല്ല രീതിയിൽ ബ്ലഡിന്റെ സ്മെല്ല് വരാൻ തുടങ്ങും. അവന് മനസ്സിലാവും അവൻ നശിപ്പിച്ച ആ ഒരു ഡീമൺ അത് പൂർണ്ണമായിട്ടും നശിച്ചിട്ടില്ല എന്ന്. ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത അവന്റെ തൊട്ട് പിന്നിലായിട്ട് ആ ഒരു ഡീമൺ തലയില്ലാതെ നടന്നു വരികയാണ്. അവളുടെ കയ്യിൽ അവൾ ക്രിയേറ്റ് ചെയ്ത ആ വെബുണ്ട്. ആ വെബിന്റെ അറ്റത്തായിട്ട് അവളുടെ തല അതങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ടാഞ്ചറോ ആണെങ്കിൽ തിരിഞ്ഞു നോക്കും. അവളെ കണ്ട് അവൻ ഷോക്ക് ആവുകയാണ്. അവൾ ദേഷ്യപ്പെട്ട് പറയും, നീ എന്ത് കരുതി? നിന്നെ പോലൊരു പീറ പയ്യന് എന്നെ കൊല്ലാൻ പറ്റുമെന്നോ? നീ എന്നെ വെട്ടുന്നതിന് മുൻപ് തന്നെ എൻ്റെ കഴുത്ത് അത് ഞാൻ തന്നെ രണ്ടാക്കി മാറ്റിയിരുന്നു. ഇത്രയും സമയം ഞാനിതൊരു ഗെയിമായിട്ടാണ് കണ്ടത്. പക്ഷെ ഇപ്പം എനിക്ക് നിന്നോട് പകയും അടങ്ങാത്ത ദേഷ്യവുമാണ്. അതുകൊണ്ട് ഇനി നീ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളുടെ ബ്ലഡ് ലൈൻ പവർ അതുപയോഗിച്ച് ഇപ്പൊ ഹീറോയെ അറ്റാക്ക് ചെയ്യുകയാണ്. റെഡാണെങ്കിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് ഇപ്പൊ ടാൻസറുടെ കൈയൊക്കെ പതിയെ പതിയെ വെട്ടി തകർക്കാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും നമ്മുടെ ഗിയു അവൻ എടുത്ത് ചാടി വന്ന് വളരെ സിമ്പിളായിട്ട് ആ ത്രെഡുകൾ ഒന്നൊന്നായിട്ട് തകർക്കാൻ തുടങ്ങും. ടാൻസറോയ്ക്കാണെങ്കിൽ അതാരാണെന്ന് മനസ്സിലാവില്ല. ഉടനെ ഗിയു അവനിപ്പോ ടാൻസറോട് പറയും, ടാൻസറോ, സത്യത്തിൽ നിനക്ക് ഇത്രയും പവർ ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വരുന്നത് വരെ നീ ഈ ഡീമണുമായിട്ട് പിടിച്ചു നിന്നില്ലേ? നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ അഭിമാനമാണ് തോന്നുന്നത്. ഇവിടെ ആ ഡീമണാണെങ്കിൽ കൺട്രോൾ പോയി അവള് ഒരു കൂട്ടം വെബുകൾ അവന് നേരെ അയക്കുകയാണ്. അതിന് ഗിയു വാട്ടർ പവർ 11th പവർ എടുത്ത് അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. ഹീറോ ആണെങ്കിൽ അത് കേട്ട് തിരിഞ്ഞു നോക്കും. കാരണം ഇതുവരെ 11th പവറിനെ കുറിച്ച് നമ്മുടെ ഹീറോ കേട്ടിട്ട് പോലും ഇല്ല. ഇവിടെ ആ ഡീമൺ ആണെങ്കിൽ ഒരുപാട് വെബ് ഗിയുവിന് നേരെ അയച്ചെങ്കിലും അതെല്ലാം അവന്റെ അടുത്തെത്തുമ്പോഴേക്കും ഇൻവിസിബിൾ ആവും. ആ ഡീമൺ കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് ഗിയു അവന്റെ അടുത്തോടെ കടന്നു പോവും. അപ്പോഴായിരിക്കും ആ ഡീമൺ അവൻ തിരിച്ചറിയുക ഗിയു അവന്റെ തല വെട്ടിയെന്ന്. അവളുടെ തലയാണെങ്കിൽ ഇപ്പൊ പതിയെ അങ്ങനെ അറുത്ത് താഴേക്ക് വീഴാണ്. കട്ട് ചെയ്ത റോയിന്റെ സിസ്റ്റർ അവൾ ഇപ്പോഴും റോയിൻ പറഞ്ഞത് കേട്ട് ഏതെങ്കിലും ഡീമൺ സ്ലേയേഴ്സ് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ അവരെ കൊല്ലാൻ പറ്റുമോ എന്നൊക്കെ നോക്കി അവൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവൾ ഓൾറെഡി ഇപ്പൊ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അവളുടെ സിസ്റ്റർ റൂയിൻ അവൾ കൊല്ലപ്പെട്ടു എന്ന്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഈ ഒരു ഡീമൺ അവൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവളുടെ തൊട്ടു പിന്നാലെ ഒരുപാട് ഡീമൺ സ്ലേയേഴ്സ് അവൾ അങ്ങനെ ഓടി ഓടി ഒരു വീടിന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ആ വീടിന്റെ ഏറ്റവും മുകളിലായിട്ടാണ് നമ്മുടെ കുഞ്ഞു റൂയിൻ. അവൾ ആ ഡീമൺ സ്ലേയേഴ്സിനെ നോക്കും. അവര് അവളെ നോക്കി ചിരിക്കും. ഇതൊരു കുഞ്ഞു ഡീമണല്ലേ, ഇവളെ ഈസി ആയിട്ട് കൊല്ലാന്ന് പറഞ്ഞ് ആ ഡീമൺ സ്ലേയേഴ്സ് എല്ലാവരും അവളെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവുകയാണ്. റോയിനാണെങ്കിൽ അവളുടെ ചേച്ചിയോട് പറയും, ഞാൻ ഇവരെ എല്ലാവരെയും കൊന്നു തള്ളാം, പക്ഷെ ഞാൻ പറയുന്നത് കാര്യം അത് നീ അനുസരിക്കണം. അതിനവളാണെങ്കിൽ മറ്റൊന്നും ആലോചിക്കാതെ അനുസരിക്കാന്ന് പറയും. റോയിനാണെങ്കിൽ അവളുടെ വെബ് ഉപയോഗിച്ച് നിമിഷ നേരം കൊണ്ട് ആ ഡീമൺ സ്ലേയേഴ്സിനെ എല്ലാം തന്നെ അരിഞ്ഞ് താഴെ ഇടുകയാണ്. അതിനുശേഷം റോയിനാണെങ്കിൽ അവളെയും കൂട്ടി ഇപ്പൊ അവളുടെ വീട്ടിലേക്ക് വരും. പിന്നീട് ഒരു ബൗളില് അവളുടെ ഒരു ഡ്രോപ്പ് ബ്ലഡ് അത് മിക്സ് ചെയ്ത വെള്ളം അവൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കുകയാണ്. ഇത് നീ കുടിക്കണം, ഇത് കുടിക്കുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് പവർ കിട്ടും. അവളത് കുടിക്കേണ്ട താമസം ബോഡി മുഴുവൻ വേദനിച്ച് അവൾ നിലവിളിക്കാനായിട്ട് തുടങ്ങും. റൂയിനാണെങ്കിൽ അവളുടെ മുഖത്ത് പിടിച്ച് വലിച്ച് അവളുടെ രൂപം അത് അവരുടേതുപോലെ ആക്കി തീർക്കും. അതിനുശേഷം അല്പസമയം കഴിയുമ്പോൾ റോയിൻ അവൾ അമ്മ എന്ന് വിളിക്കുന്ന ആ ഒരു സ്ത്രീയെ അറഞ്ചം പുറഞ്ഞും തല്ലുന്നതായിട്ടായിരിക്കും അവർ കാണുക. റൂയിൻ ഡീമന്റെ ആ പുതിയ സിസ്റ്ററും മറ്റൊരു സിബ്ലിങ്ങും അവർ പരസ്പരം പറയും, നമുക്ക് റൂയിൻ അവൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. അവളുടെ കൂടെ ഇവിടെ നിന്ന നമ്മുടെ അവസ്ഥയും ഇത് തന്നെയായിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവർ രണ്ടുപേരും റൂയിൻ ഇല്ലാത്ത സമയത്ത് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവർ അധിക ദൂരെ എത്തുമ്പോഴേക്കും റൂയിൻ അവർ രണ്ടുപേരെയും കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യും. ആ പുതിയ പെണ്ണ് അവൾ നൈസായിട്ട് റൂയിന്റെ പക്ഷത്ത് ചേരും. അതുകൊണ്ട് തന്നെ റൂയിൻ ആ രണ്ടാമത്തെ പെൺകുട്ടിയെ വെബില് അങ്ങനെ ലോക്ക് ചെയ്തിടുകയാണ്. നെക്സ്റ്റ് ഡേ സൺലൈറ്റ് അടിച്ച് അവൾ മുഴുവനായിട്ടും ഇല്ലാതാവും. ആ പുതിയ ഡീമൺ ചേച്ചി
അവളുടെ കണ്ണ് നോർമൽ ആവുന്നത് കണ്ട റോയിൻ ആ കണ്ണ് രണ്ടും തകർത്ത് കളയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റില് അവളാണെങ്കിൽ ഞാൻ റോയിൻ പറഞ്ഞതുപോലെ എല്ലാ ഡീമൺ സ്ലേയേഴ്സിനെയും കൊല്ലൂന്ന് പറഞ്ഞ് ചാടി ഓടുകയാണ്. അപ്പോഴായിരിക്കും ടാഞ്ചറോടെ കൂടെ ആദ്യം കൂടിയ ആ ഒരു ഡീമൺ സ്ലെയർ അവൻ അവളുടെ മുൻപിലേക്ക് വരിക. അവനെ കാണേണ്ട താമസം. അവളാണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവളുടെ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് അവന്റെ അടുത്തേക്ക് വരും. ആ ഡീമൺ ആണെങ്കിൽ വലിയൊരു ചുരുളില് ഇപ്പൊ അവനെ ചുരുട്ടിയെടുക്കും. അതിനുശേഷം അതിലേക്ക് ഒരു ദ്രാവകം നിറയ്ക്കുകയാണ്. അവൾ ആ ഡീമൺ സ്ലെയർ അതിൽ കിടന്ന് പിടയ്ക്കുന്നത് കണ്ട് ആസ്വദിക്കും. അപ്പോഴായിരിക്കും ഷിനോബു ഇപ്പോ അവളുടെ തൊട്ടടുത്തേക്ക് വരും. വാവ്, നിന്റെ ഐഡിയ അത് റോക്കറ്റ് തന്നെ. എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് ഷിനോബു പറയും. അത് കേട്ട് ആ ഡീമൺ ആണെങ്കിൽ പേടിച്ച് ദൂരേക്ക് മാറുകയാണ്. ആ ഡീമൺ ആണെങ്കിൽ ഷിനോബു അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഷിനോബു അവൾ സിമ്പിളായി ആ ഡീമണെ അടിച്ച് താഴെയിടും. ഞാൻ നിന്നോട് ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. നിനക്ക് വിരോധമില്ലെങ്കിൽ എന്റെ ഫ്രണ്ടാകാൻ പറ്റുമോ? അതിരിക്കട്ടെ, നീ ഇതിനോടകം എത്ര പേരെ കൊന്നു? അതിനാ ഡീമൺ അവൾ പേടിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് എനിക്ക് 5 പേരെ കൊല്ലേണ്ടി വന്നിട്ടുണ്ട്. ആക്ച്വലി എന്നെ കൊണ്ട് ഇതെല്ലാം തന്നെ ചെയ്യിപ്പിക്കുന്നതാണ്. അതിന് ഷിനോബു ആണെങ്കിൽ മുകളിലേക്ക് നോക്കും. ഓൾറെഡി അവൾ ഉപയോഗിക്കുന്ന ഒരുപാട് വെബുകൾ അങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടിരിക്കുകയാണ്. അത് കണ്ട ഷിനോബു അവളിപ്പോ ആ ഡീമനോട് പറയും, നീ 45 പേരെങ്കിലും ചുരുങ്ങിയത് കൊന്നിട്ടുണ്ട്. നീ വലിയൊരു തെറ്റാണ് ഇത്രയും കാലത്തിനുള്ളിൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ നിനക്ക് ജീവിച്ചിരിക്കാൻ യാതൊരു യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അവളെ കൊല്ലാനായിട്ട് അടുത്തേക്ക് വരും. അതിൽ ആ ഡീമൺ ആണെങ്കിൽ പേടിച്ച് ഷിനോബുവെ ദൂരേക്ക് തള്ളി തെറിപ്പിക്കും. ഷിനോബു ആണെങ്കിൽ സ്ക്വാഡ് എടുത്ത് അവളെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. ഉടനെ ആ ഡീമൺ അവളുടെ വെബ് വെച്ച് അവളെ അറ്റാക്ക് ചെയ്യാണ്. അതിനവളാണെങ്കിൽ ഞൊടിയിടയിൽ മുകളിലേക്ക് പോവും. അതിനുശേഷം ഒരു ബട്ടർഫ്ലൈയെ പോലെ കറങ്ങി കറങ്ങി ഇപ്പൊ ആ ഡീമൺ നേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരികയാണ്. അവൾ അടുത്തേക്ക് വരെ ആ ഡീമൺ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഇല്യൂഷനിലേക്ക് പോവും. ഇല്യൂഷനിൽ ഒരുപാട് ബട്ടർഫ്ലൈസ് അവൾക്ക് ചുറ്റും പറന്നു വരികയാണ്. അതിലൊരു ബട്ടർഫ്ലൈ മാത്രം അവളുടെ കയ്യിലിരിക്കും. അതിപ്പോ പതിയെ അങ്ങനെ റെഡ് കളറിലേക്ക് മാറുകയാണ്. ആ ഇല്യൂഷൻ പതിയെ മാറി അവളിപ്പോ നോർമൽ ആവുകയാണ്. അവൾ കാണും അവളുടെ ബോഡിയിൽ ഇപ്പോൾ ഒരുപാട് പരിക്കുകൾ പറ്റിയിരിക്കുകയാണ്. ഷിനോബു അവളുടെ കഴുത്തൊഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും സ്ക്രാച്ച് ചെയ്ത് ഇപ്പൊ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡീമൺ ടേൺ ചെയ്ത് ഷിനോബുവിന്റെ കയ്യിലുള്ള ആ സ്ക്വാഡ് നോക്കും. സാധാരണ ഡീമൺ സ്ലേയേഴ്സിന്റെ കയ്യിലുള്ള ടൈപ്പ് ഓഫ് സ്ക്വാഡല്ല അവളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അടുത്ത നിമിഷം ആ ഡീമന്റെ ബോഡി മുഴുവൻ പർപ്പിൾ കളറായി മാറി അവൾ താഴെ വീണ് മരിക്കുകയാണ്. ഉടനെ ഷിനോബു അവൾ ടേൺ ചെയ്തു പറയും, ഞാനാണ് ഹാഷിറാസിൽ വളരെ ഡിഫറെന്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരേ ഒരു ഡീമൺ. ഉടനെ ഷിനോബു അവൾ ടേൺ ചെയ്തു പറയും, ഞാനാണ് ഹാഷിറാസിൽ വളരെ ഡിഫറെന്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരേ ഒരു ഡീമൺ സ്ലെയർ. എന്റെ സ്പെഷ്യൽ അറ്റാക്ക് ഉപയോഗിച്ച് പോയിസൺ വെച്ചായിരിക്കും ഞാൻ എന്റെ ഓപ്പണൻസിനെ കൊല്ലുക. ഷിനോബു ആണെങ്കിൽ ഉടനെ ആ വെബിൽ കുടുങ്ങിക്കിടക്കുന്ന ഡീമൺ സ്ലെയറിനെ പുറത്തു കൊണ്ടുവരും. അവന്റെ ബോഡിയിലാണെങ്കിൽ ഒരു അണ്ടർവെയർ പോലുമില്ല. നാണിച്ച് നമ്മുടെ ചെക്കൻ അവൻ ഓടി ഒളിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ക്യൂയെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോ ആ ക്യൂ ഡീമന്റെ തല അത് വെട്ടി എറിഞ്ഞിരിക്കുകയാണ്. അവൾ മരിക്കുന്നതിന് മുൻപായിട്ട് അവളുടെ ഫാമിലിയെ ഒരു നിമിഷം കാണും. ഉടനെ അവന്റെ ഡീമൻ ഫാമിലി അതിപ്പോ അവന്റെ ഇമാജിനേഷനിലേക്ക് വരികയാണ്. അവരെ നോക്കിക്കൊണ്ട് അവന്റെ ജീവൻ അത് പതിയെ വിട്ടു പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.